വിശ്വാസപാതകം നടക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെച്ച് തന്ന കർത്താവിനെ നാം ദുഃഖിപ്പിച്ച് നോർത്ത് കരയാനുള്ള ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചോണം. എവിടെയെങ്കിലും നോക്കിക്കേ, മനസ്സാക്ഷി മരവിച്ചവരെന്ന് പത്രോസ് അപ്പോസ്തലനാണെന്ന് തോന്നുന്നു പറയുന്നത്. അവർ മനസ്സാക്ഷി മരവിച്ചവരെന്ന് പറയുമ്പോൾ അത് എഫെസ്യ ലേഖനത്തിൽ എവിടെയോ പറയുന്നുണ്ട്. അവർ മനസ്സാക്ഷി മരവിച്ച ഒരു പെന്തക്കോസ് അനുഭവം നമുക്ക് വേണ്ട. എവിടെയെങ്കിലും ഒരു വാക്കിൽ പിഴച്ചാൽ, ഒരു നോട്ടത്തിൽ പിഴച്ചാൽ, ഒരു പ്രവൃത്തിയിൽ പിഴച്ചാൽ മുട്ടേലിരുന്ന് കരയാനുള്ള ഒരു അഭിഷേകം, ആ ആത്മശക്തി നമ്മൾ പ്രാപിക്കേ. എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, എന്റെ ദൈവത്തിന് വിരോധമായി ഞാൻ പ്രവർത്തിച്ചെന്ന് പറയാൻ കഴിയണം നമുക്ക്. പഴി പോകാനല്ല. സ്തോത്രം. വീണ്ടും ജനനത്തിന്റെ റെലവൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, 1 യോഹന്നാൻ എഴുതി വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുന്ന, കുഞ്ഞുങ്ങളെ കർമ്മീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ച് നമ്മളെ കുറിച്ച് 3-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ 8-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നു. വേഗത്തിൽ എടുത്ത് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അടുത്ത് പാപം ചെയ്യുന്നവൻ പിശാചിന് പാപം ചെയ്യുന്നവൻ പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അടുത്ത വാക്യം കൂടെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. കണ്ടോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്താ പിശാച് ചെയ്തത്? അവന്റെ വിത്ത് റിബല്യന്റെ, മത്സരത്തിന്റെ, അനുസരണക്കേടിന്റെ വിത്ത്. നോക്കിക്കേ, ദൈവ സ്വഭാവം ഉണ്ടായിരുന്ന ആദമിൽ നോക്കിക്കേ, ഉപായത്താൽ ഹവ്വയെ ചതിച്ച് അവളെ വശീകരിച്ച് അവളെ കൊണ്ട് പാപം ചെയ്യിച്ചപ്പോൾ പാപം ചെയ്യുന്ന പാപ സ്വഭാവത്തിന്റെ വിത്ത് ആദ്യ മനുഷ്യനായ ആദാമിൽ വന്നപ്പോൾ വചനം ഇങ്ങനെ എഴുതി, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. റോമർ 5:12 വേഗത്തിൽ വായിച്ചേ, ഇവിടെ മറിക്കരുത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അടുത്ത വാക്യം, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും വ്യാപരിച്ചു. അപ്പൊ നോക്കിക്കേ, ഏക മനുഷ്യന്റെ സീഡ് പാപത്തിന്റെ ആയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതിലെല്ലാം പാപസ്വഭാവം. ആമേൻ. എന്നാ കർത്താവ് എന്താ ചെയ്തത്? പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനെന്ന് പറയുമ്പോൾ യേശുവിനെ നീ വായ് കൊണ്ടേറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശു നിന്റെ അകത്ത് ജനിക്കുമ്പോൾ നോക്കിക്കേ, അവന്റെ വിത്ത്, പാപമില്ലാത്തവന്റെ വിത്ത് നിന്റെ അകത്ത് വരുമ്പോൾ പത്രോസ് ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുവീൻ. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം എന്ന് പറയുന്നതിന്റെ ഗൗരവം, സ്നാനപ്പെടെന്ന് പറഞ്ഞു മനുഷ്യന്റെ പുറകെ നടന്ന് വെള്ളത്തിൽ തള്ളിയിടുന്ന പരിപാടി ഒന്ന് നിർത്ത്. അതിനു മുമ്പേ വീണ്ടും ജനനത്തിന്റെ ഗൗരവം എന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കുക. വീണ്ടും ജനനം എന്ന് പറയുന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ. ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല. നീ പാപം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിത്ത് നിന്നിൽ ഇല്ല. കണ്ടോ, പിശാചിന്റെ പ്രവൃത്തി എങ്ങനെ അഴിച്ചു? പിശാച് പാപത്തിന്റെ വിത്ത് നോക്കിക്കേ, ആദം ഹവ്വ ദമ്പതിമാരുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ പാപ സ്വഭാവം സകല മനുഷ്യരിലേക്കും വ്യാപരിച്ചെങ്കിൽ കണ്ടോ, ക്രിസ്തുവിൽ ഒരു ജനനം നടക്കുമ്പോൾ പാപമില്ലാത്തവന്റെ വിത്ത് നിന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ പാപ സ്വഭാവമല്ല, ദൈവ സ്വഭാവമാണ് നിന്നിൽ വെളിപ്പെടേണ്ടത്. ആമേൻ.
വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് നമുക്ക് തന്നെ പറയാനുള്ളേ ഉള്ളൂ. ഏതെങ്കിലും കൺവെൻഷനിൽ പോയിരുന്ന് കൈ പൊക്കിയാലൊന്നും വീണ്ടും ജനനമാകത്തില്ല. ആരെങ്കിലും പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റു പറഞ്ഞാലൊന്നും വീണ്ടും ജനനമാകത്തില്ല. യഥാർത്ഥമായിട്ട് ക്രിസ്തു നിന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ, അവന്റെ വിത്ത് നിന്റെ അകത്ത് വീണ് കഴിയുമ്പോൾ പിന്നെ നിനക്കൊരു പാപം ചെയ്യാനൊക്കത്തില്ല. നോക്കിക്ക്, അസ്വസ്ഥമാകും. കണ്ടോ, നിന്റെ അകത്ത് ഇൻഹറന്റായിട്ട് നിന്റെ അകത്ത് രൂഢമൂലമായിരിക്കുന്നത് ദൈവ സ്വഭാവമാ, പിന്നെ പാവസ്വഭാവമല്ല. ഇങ്ങനൊരു തലമുറയാ ദൈവത്തിന് ആവശ്യം. ഇവിടെ പ്രസിഡന്റ് ആകാനും ജനറൽ സെക്രട്ടറി ആകാനും ഇവിടെ ഇതിനൊന്നും തമ്പുരാൻ ആരെയും വേണ്ട. അങ്ങനെയുള്ള തസ്തിക മുകളിലെങ്ങും ഇല്ല. അവിടെ ദൈവവും ദൈവത്തിന്റെ മക്കളും മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രിസ്തു എന്ന നോക്കിക്കേ, ക്രിസ്തു തലയായിരിക്കും അവന്റെ ശരീരമായ സഭയുടെ അവയവങ്ങളാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഇവിടെ വേറെ തസ്തിക ഒന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇത് മനസ്സിലാക്കണം. എന്തിനാ ഈ കുഞ്ഞുങ്ങള് പുറകെ നടന്ന് കുഞ്ഞുങ്ങളെ കണ്ട് ഫോം ഫില്ലപ്പ് ചെയ്യിച്ച് ഈ ക്യാമ്പിനെ വിളിക്കുന്നത്? ഒന്നും വേണ്ടിയിട്ടല്ല. ദൈവത്തിനൊരു തലമുറയെ വേണം. അവന്റെ വിത്തകത്തുള്ള ഒരു തലമുറയെ വേണം. അവന്റെ ഫലം കായ്ക്കുന്ന ഒരു തലമുറയെ വേണം. ഫലമില്ലാത്ത വൃക്ഷം കണ്ടോ, വൃക്ഷത്തെ എന്തുകൊണ്ടറിയാം? അതിന്റെ ഫലം കൊണ്ടറിയാം. നിന്റെ അകത്ത് വീണിരിക്കുന്ന വിത്ത് ക്രിസ്തുവിന്റെ ആണെങ്കിൽ ഫലം കായ്ക്കുന്നത് ആത്മാവിന്റെ ഫലമായിരിക്കും. ആത്മാവിന്റെ ഫലമില്ലാത്ത വരങ്ങൾ കൊണ്ടൊരു കാര്യമില്ല. സ്തോത്രം. അകത്ത് അവന്റെ വിത്ത് നിന്റെ അകത്ത് വീണോ എന്നറിയണമെങ്കിൽ അതിന്റെ ഫലം മാത്രം നോക്കിയാൽ മതി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നോക്കിക്കേ, ഇന്ന് എവിടെയോ ഒരു ഇല്യൂഷനിൽ, ഒരു മായയിൽ ഓടിപ്പോകുന്ന പെന്തക്കോസിന്റെ നിഴലുകളൊന്ന് മാറി നിന്നിട്ട് ഇതിന്റെ പൊരുള് പുറത്തു വരാൻ പോവുകയാണ്. സഭകൾക്കകത്ത് ശക്തമായ ന്യായവിധി സ്വർഗം അയക്കാൻ പോവുകയാണ്. തമ്പുരാൻ ഇത് സമ്മതിക്കത്തില്ല. ചങ്കിലെ ചോര അവസാനത്തുള്ളി രക്തം വരെ അവിടെ ഊറ്റിക്കൊടുത്തത് നോക്കിക്കേ, ഒരു മായയ്ക്ക് വേണ്ടിയല്ല, ഒരു നിഴലിന് വേണ്ടിയല്ല. പൊരുള് അവൻ പറഞ്ഞു, ഞാനാകുന്നു സത്യം, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ ഒരു സത്യത്തെ നോക്കിക്ക്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാനൊന്ന് പറയട്ടെ, 2009 ശക്തമായ ന്യായവിധി ദൈവസഭകളിൽ നടക്കും. കാതും കഴിച്ചും പറിച്ചാലുടനെ ബന്ധക്കോസ, കലക്കവെള്ളത്തിൽ മുങ്ങിയ ഉടനെ ബന്ധക്കോസ അല്ല കുഞ്ഞെ. നിന്റെ നോക്കിക്ക്, ഫലം കാണുമ്പോ അറിയാം നിന്റെ അകത്തെന്താ ഇരിക്കുന്നെന്ന്. അവന്റെ വിത്താണെങ്കിൽ അവന്റെ ഫലം, ആത്മാവിന്റെ ഫലം പുറത്തു കൊണ്ടുവരും. ആത്മാവിന്റെ ഫലമില്ലാത്ത ഒന്നിനെയും ദൈവത്തിന് വേണ്ട ദൈവം ഉപയോഗിക്കത്തില്ല. അടുത്ത ഒരു സൈന്യമെന്ന് പറയുന്നത് ആത്മാവിന്റെ കരുത്ത് മാത്രമല്ല, ആത്മാവിന്റെ ഫലമുള്ള ഒരു തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടണമെങ്കിൽ അവന്റെ വിത്ത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമേ വെളിപ്പെടാൻ കഴിയത്തുള്ളൂ. 70 വട്ടമല്ല 700 വട്ടം നിനക്ക് ക്ഷമിക്കാൻ കഴിയും. ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞാൽ ഉടനെ പറയും, തമ്പുരാനെ തെറ്റിപ്പോയെന്ന് പറയാൻ നിനക്ക് കഴിയും. ആ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ കൂടെ വെളിപ്പെടാതെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തില്ല. ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയത് തന്റെ സ്നേഹത്തിലൂടെയാണെങ്കിൽ അടുത്ത തലമുറയുടെ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം വേണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ട് അവന് കടിഞ്ഞാണിട്ടുകൊണ്ട് ദൈവ സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് ഈ സമൂഹത്തെ പിടിച്ചു നോക്കിക്ക് ദൈവകൃപയിൽ കൊണ്ടുവരുവാൻ, ദൈവ രാജ്യം പണിയണമെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ ഉൾക്കരുത്ത് നമുക്ക് വേണം. കർത്തൃമേശ എടുക്കുമ്പം തമ്മിൽ കൈകൊടുക്കാത്തവൻ, മുഖത്ത് നോക്കാത്തവൻ, അന്യോന്യം പകയ്ക്കുന്നവൻ, അന്യോന്യം വെറുക്കുന്നവൻ, എന്നിട്ട് പറയാണ് അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാന്ന് പറഞ്ഞ്. നിനക്ക് തകരാൻ കഴിയത്തില്ലെങ്കിൽ എങ്ങനെയാ പിന്നെ അത് ഓർക്കാൻ കഴിയുക? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു തരും, ഹൃദയം തരും. കല്ലായുള്ള നിന്റെ ഹൃദയത്തെ മാറ്റി മാംസം കൊണ്ടൊരു ഹൃദയം തരും. അങ്ങനെയാണ് നോക്കിക്കേ, ഇവിടെ ഈ ക്യാമ്പുകൾ മാംസം കൊണ്ടൊരു ഹൃദയം, കരയാൻ കഴിയുന്ന ഒരു ഹൃദയം, മനസ്സലിവുള്ള ഒരു ഹൃദയം, കമ്പാഷനുള്ള ഒരു ഹൃദയം, ദൈവ സ്നേഹമുള്ള ഒരു ഹൃദയം, സ്വയം ഇല്ലാതാകുന്ന ഒരു ഹൃദയം, അതുമായിട്ട് വേണം ഇവിടുന്ന് പോകാൻ.